തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി കൂടുതൽ ഇന്ത്യക്കാർക്ക് നെതർലൻഡ്സിലേക്ക് പോകാൻ സഹായകമേകുന്ന കുടിയേറ്റ യാത്രാ കരാറടക്കം വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17 കരാറുകളിൽ ഇന്ത്യയും നെതർലൻഡ്സും ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെനറ്റിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണിത്. പ്രതിരോധം, ധാതുക്കൾ, വ്യാപാരം, നിക്ഷേപം, സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശം, AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കും. ഹരിത ഹൈഡ്രജൻ വികസനത്തിനായുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചു. ഗുജറാത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കൽപ്പസർ ജലപദ്ധതിക്ക് ഡച്ച് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നിർണായക കരാറുകളിലാണ് ഭാരതവും നെതർലൻഡ്സും ഒപ്പുവച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ വർഷത്തിലൊരിക്കൽ അവലോകന യോഗങ്ങൾ ചേരും. കസ്റ്റംസ് രംഗത്തെ വിവരവിനിമയം കാര്യക്ഷമമാക്കാനും നിയമവിരുദ്ധ വ്യാപാരം തടയാനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഭരണപരമായ സഹകരണ കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട്. നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഇരു രാജ്യങ്ങളും പ്രത്യേക സംവിധാനം ഒരുക്കും. കൂടാതെ നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖല ശക്തമാക്കാനും ധാരണയായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഈ ജനുവരിയിൽ തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുമെന്ന് ചർച്ചയിൽ ഇരു നേതാക്കളും എടുത്തു പറഞ്ഞു. ഭരണതലത്തിലും വിദേശകാര്യ മന്ത്രാലയ തലത്തിലും തുടർച്ചയായ ചർച്ചകൾ ഉറപ്പാക്കാൻ പുതിയ സംവിധാനം നിലവിൽ വരും. പുനരുപയോഗ ഊർജ്ജം, ടെലികോം, അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, ഫാർമസ്യൂട്ടിക്കൽ, സെമി കണ്ടക്ടർ മേഖലകളിൽ സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കും. ഹൈഡ്രജൻ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ നെതർലൻഡ്സ് ഗ്രീൻ ഹൈഡ്രജൻ മാർഗരേഖ ഇരു നേതാക്കളും ചേർന്ന് പുറത്തിറക്കി. ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഗ്രീൻ കോറിഡോറും ഇതിന്റെ ഭാഗമായി നിലവിൽ വരും. തുറമുഖങ്ങളെയും ഉൾനാടൻ ജലഗതാഗതത്തെയും പരിസ്ഥിതി സൗഹൃദമാക്കാൻ ഗ്രീൻ ആൻഡ് ഡിജിറ്റൽ സീ കോറിഡോർ പദ്ധതിയും നടപ്പിലാക്കും. പ്രതിരോധ രംഗത്തും സഹകരണം ശക്തമാക്കും. ഇതിനായി ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ സംയുക്തമായ പ്രതിരോധ വ്യവസായ പ്രവർത്തന രേഖ തയ്യാറാക്കും. സാങ്കേതിക വിദ്യാ കൈമാറ്റവും പ്രതിരോധ സാമഗ്രികളുടെ സംയുക്ത നിർമ്മാണവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയ്ക്കായി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ നെതർലൻഡ്സ് പങ്കാളിയാകും. ഹോർട്ടികൾച്ചർ മേഖലയുടെ ഗുണനിലവാരം ഉയർത്താൻ രോഗവിമുക്ത സസ്യസംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ഇന്ത്യയിലെയും നെതർലൻഡ്സിലെയും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റികൾ തമ്മിൽ ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും സുരക്ഷിതവും സുതാര്യവുമായ കുടിയേറ്റം സാധ്യമാക്കാൻ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ജല മാനേജ്മെന്റ് രംഗത്ത് നമാമി ഗംഗെ പദ്ധതിയിലെ ഡച്ച് പങ്കാളിത്തം കൂടുതൽ വിപുലീകരിക്കും. ഗംഗാ നദീതട ശുചീകരണത്തിനും നഗരങ്ങളിലെ ജലലഭ്യത ഉറപ്പാക്കാനുമായി IIT ഡൽഹിയിൽ ജലഗവേഷണ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കും. ഗുജറാത്തിലെ കൽപ്പസാർ പദ്ധതിയിലും ഡച്ച് സാങ്കേതിക സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. കാർഷിക രംഗത്ത് ഡയറി മേഖലയുടെ വികസനത്തിനായി ബംഗളൂരുവിൽ പുതിയ പരിശീലന കേന്ദ്രം വരും. ഹോർട്ടികൾച്ചർ മേഖലയിലെ ഗുണനിലവാരം ഉയർത്താൻ രോഗവിമുക്ത സസ്യസംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ഇന്ത്യയിലെയും നെതർലൻഡ്സിലെയും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റികൾ തമ്മിൽ ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാംസ്കാരിക ബന്ധം എടുത്തു പറഞ്ഞ മോദി 11ാം നൂറ്റാണ്ടിലെ ചോളച്ചെപ്പുകൾ തിരികെ നൽകാൻ സൗകര്യമൊരുക്കിയതിന് ഡച്ച് സർക്കാരിനോട് നന്ദി രേഖപ്പെടുത്തി. ഔദ്യോഗിക ചർച്ചകൾക്ക് പിന്നാലെ സാങ്കേതിക വിദ്യ, ഹരിത ഊർജ്ജം, വ്യാപാരം, ചലനാത്മകത, വിദ്യാഭ്യാസം, സംസ്കാരം എന്നീ മേഖലകളിൽ 14 കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. ശേഷം പ്രധാനമന്ത്രി മോദി പ്രധാനമന്ത്രി റോബ് ജെനറ്റിനെ ഭാരതം സന്ദർശിക്കാൻ ക്ഷണിക്കുകയും അദ്ദേഹം ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നുവെന്നും മതന്യൂനപക്ഷ അവകാശങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്നുമുള്ള ആരോപണങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയും ചെയ്തു. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെന്നും വിദേശ മന്ത്രാലയത്തിലെ സെക്രട്ടറി CB ജോർജ് വ്യക്തമാക്കി. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെനറ്റൻ ഇന്ത്യയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ് സന്ദർശനത്തോടനുബന്ധിച്ച് ഹേഗിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു CB ജോർജ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 11% ന്യൂനപക്ഷ ജനസംഖ്യ ഇപ്പോൾ 20%-ലധികമായെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 4 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ സ്വീകരിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഇന്നോവേഷൻ എന്നീ മേഖലകളിൽ ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനുമായി കൂടിക്കാഴ്ച നടത്തും. സ്വീഡനിൽ നിന്ന് നോർവേയിലേക്കും ഇറ്റലിയിലേക്കും യാത്ര തിരിക്കും മോദി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.